മോളാണ്. അവള് മരുമോളല്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഓടി നടക്കണ ഒരു പെങ്കൊച്ചായിരുന്നു. ചിരിച്ചുകൊണ്ട് പോയി വച്ചല്ലേ. ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സോടുകൂടി ടാറ്റായിരുന്നുകൊണ്ട് പോയ മോളാണ്. 22 വയസ്സല്ലേ. അവൻ്റെ ജീവിതവും പോയില്ലേ. അവൻ ഇപ്പോഴും മുറി കയറില്ല, ചിരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടർമാര്. എരവത്തൂർ സ്വദേശിനിയായ ശ്വേതയും ആലങ്ങാട് സ്വദേശിയായ വിഷ്ണുവും 1.5 വർഷം മുമ്പ് വിവാഹിതരായതാണ്. കുട്ടികൾ ഉണ്ടാകാത്തത് മൂലം ആലുവയിലെ ഡോക്ടർ നീക്കോസ് ക്ലിനിക്കിൽ ചികിത്സ തേടിയതോടെയാണ് വിഷ്ണു ഒറ്റപ്പെട്ടത്. അല്ല, ശ്വേതയുടെ ജീവനെടുത്തത്. അവർക്ക് ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളുള്ള കാര്യം പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും അവരന്ന് വിലക്കെടുത്തില്ല. അവരന്ന് പറഞ്ഞത് മെഡിസിൻ്റെ അലർജി അല്ലല്ലോ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ് ചെയ്തത്. PCOD പ്രശ്നമായിരുന്നു ശ്വേതയിൽ കണ്ടെത്തിയത്. തുടർ ചികിത്സയ്ക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാനും നിർദ്ദേശിച്ചു. ആലുവയിലെ CA ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്വേതയെ പിന്നെ കുടുംബം കാണുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ. 9:45 അനസ്തേഷ്യ കൊടുത്തിട്ട് ഒരു 10 മണിയായപ്പോഴേക്കും പറഞ്ഞ് കൊച്ചിന് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് വന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. 2:25 ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അന്ന് ഞങ്ങളൊന്നും അങ്ങനെ കാണിച്ചില്ല. പിറ്റേ ദിവസം കയറി കണ്ട് നാക്ക് കടിച്ചും അതേപോലെ തന്നെ കിടക്കണേന് ഒരു വ്യത്യാസം ഉണ്ടായില്ല. അനസ്തേഷ്യയുടെ ടെസ്റ്റ് ഡോസിൽ തന്നെ ശ്വേതയിൽ അലർജി ഉണ്ടായിട്ടും ഡോക്ടർമാർ കാര്യമാക്കാതെ അനസ്തേഷ്യ നൽകി. ഒരു ചുമയും ശ്വാസം മുട്ടുപോലും വന്നായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഡോക്ടർമാരും അന്ന് ദിവസം ഞങ്ങൾ അങ്ങോട്ട് റൂമിലേക്ക് വന്നില്ല. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു വിട്ടത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഡോക്ടറിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അത് പറഞ്ഞായില്ലെന്ന് നമുക്കറിയില്ല. പുള്ളി കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് വന്നത്. ശ്വേതയുടെ മരണം ചികിത്സാ പിഴവെന്ന് ഉറപ്പായതോടെ കുടുംബം പരാതി നൽകി. 22 വയസ്സുള്ള മോളാണ് പോയത്. അതിൻ്റെ ഒരു അംശം പോലും അതിന് ജീവിച്ച് ആസ്വദിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് അത് പോയി. അപ്പോൾ അങ്ങനെ പോകാനുള്ള കാരണം അന്വേഷിച്ചാണ് നമ്മൾ കേസ് കൊടുത്തേക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് ഡോക്ടർമാർക്കായി പുതിയ നിയമം ഒരുങ്ങുന്നത്. ഡോക്ടർമാരുടെ അനാസ്ഥയിൽ പൊലിയുന്ന ജീവന് നീതി ഉറപ്പാക്കാൻ ഉറ്റവർ ഏതറ്റം വരെയും പോകും. അത്തരം പോരാട്ടങ്ങളിൽ പ്രതിചേർക്കപ്പെടുന്ന ഡോക്ടർമാർക്ക് കവചമൊരുക്കുന്നതാണ് പുതിയ നിയമം. ഇത് അനീതിയാണ്. ക്യാമറമാൻ മൽഘോഷിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.